മലയാളികളുടെ എക്കാലത്തെയും പ്രിയ നടനാണ് മമ്മൂട്ടി. നിരവധി കഥാപാത്രങ്ങളെയാണ് മമ്മൂട്ടി ജീവൻ നൽകിയത്. മമ്മൂട്ടി നല്ലൊരു സിനിമാ നടൻ എന്നതിനേക്കാളുപരി അദ്ദേഹം നല്ലൊരു മനുഷ്യ സ്നേഹിയാണ്. മമ്മൂട്ടി നല്ലൊരു സിനിമാ നടൻ കൂടി ആണെങ്കിലും മറ്റുള്ള മുസ്ലിം നടന്മാരിൽ നിന്നും വ്യത്യസ്തമായി മമ്മൂട്ടി തൻ്റെ മതവിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാലമത്രയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടിയൊരു സിനിമാ നടൻ എന്നതിനേക്കാൾ ഉപരി അദ്ദേഹം നല്ലൊരു ചാരിറ്റി പ്രവർത്തകൻ കൂടിയാണ്. ഒരുപാട് ആളുകളെയാണ് അദ്ദേഹം സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും അദ്ദേഹം അകമഴിഞ്ഞ് സഹായിക്കും. ഇതിനിടയിലാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത കേൾക്കാൻ സാധിച്ചത്. അത് മമ്മൂട്ടിയെ സ്നേഹിക്കുന്നവർക്കെല്ലാവർക്കും തന്നെ ഒരു ദുഃഖവാർത്ത തന്നെയായിരുന്നു. മമ്മൂട്ടിയുടെ വൻകുടലിൽ ക്യാൻസറിൻ്റെ അണുബാധയുണ്ട് എന്നായിരുന്നു ആ ദുഃഖവാർത്ത. ഈയൊരു ദുഃഖവാർത്ത വന്നതോടുകൂടി തന്നെ മറ്റെല്ലാ മീഡിയകളിലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പിന്നീട് കാണാൻ സാധിച്ചത്. മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ്റെ അംഗങ്ങളെല്ലാം തന്നെ മമ്മൂട്ടിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയായിരുന്നു. ഇതൊരു ഗൗരവമുള്ള രോഗമേ അല്ല, ഇതൊരു ചെറിയ തുടക്കം മാത്രമാണ് എന്നുള്ള കാര്യം പിന്നീട് നമുക്കെല്ലാവർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. ഗൗരവമേറിയ വിഷയമല്ല എങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഇതിനുള്ള പരിഹാരം കണ്ടെത്തണം എന്നുള്ള മമ്മൂട്ടിയുടെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണ് പിന്നീട് മമ്മൂട്ടിയുടെ മരുമകൻ ജോലി ചെയ്യുന്ന ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നും മമ്മൂട്ടി ചികിത്സ തേടിയത്. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ റമദാൻ മാസം മുഴുവനും മമ്മൂട്ടി നോമ്പ് നോൽക്കുക പതിവാണ്. പക്ഷേ മമ്മൂട്ടിയുടെ അസുഖവുമായി ബന്ധപ്പെട്ട് ഈ റമദാൻ മാസത്തിലെ നോമ്പ് നോൽക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരു വിഷമം മമ്മൂട്ടിയെ വല്ലാതെ അലട്ടുന്നുണ്ട്. മമ്മൂട്ടി ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നും ചികിത്സ തേടി വന്നതിന് ശേഷം റമദാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ച കൊച്ചിയിലെ ഒരു പള്ളിയിൽ ജുമാ നിസ്കാരത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വരവ് സോഷ്യൽ മീഡിയയെല്ലാം തന്നെ വൈറലായിരുന്നു. മമ്മൂട്ടി ചികിത്സ കഴിഞ്ഞ് വന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായത്. സത്യത്തിൽ മമ്മൂട്ടി കൊച്ചിയിലെ ഏതെങ്കിലും പള്ളിയിൽ ജുമയ്ക്ക് വരുന്നതോ അതല്ലെങ്കിൽ മറ്റു നിസ്കാരങ്ങൾക്ക് വരുന്നതോ ഒന്നും തന്നെ ഒരു വാർത്തയല്ല. പക്ഷേ അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നും ചികിത്സ കഴിഞ്ഞ് വന്നതിന് ശേഷം മമ്മൂട്ടി വരുമ്പോൾ മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ മമ്മൂട്ടിയെ കാണാൻ വന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ വീഡിയോകൾ വൈറലായത്. പിന്നീട് മമ്മൂട്ടി ഈ കഴിഞ്ഞ ചെറിയ പെരുന്നാൾ ദിവസവും രാവിലെ പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി വന്നിരുന്നു. അന്നും ഒരുപാട് ആളുകൾ മമ്മൂട്ടിയെയും കാത്ത് അവിടെ ഉണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും തന്നെ മമ്മൂട്ടി നല്ല സന്തോഷമുള്ള വാക്കുകൾ നൽകിയാണ് മമ്മൂട്ടി പള്ളിയിൽ നിന്നും നമസ്കരിച്ച് മടങ്ങിയത്. എത്രയും പെട്ടെന്ന് തന്നെ മമ്മൂട്ടിയുടെ അസുഖം മാറട്ടെ എന്ന് നമുക്കെല്ലാവർക്കും തന്നെ പ്രാർത്ഥിക്കാം.